ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ബ്രേസ്ലെറ്റാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് ഫസ്റ്റ് വേണ്ടുന്നത് സിൽവർ കളറിലെ ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ബ്ലാക്കും എടുത്തിട്ടുണ്ട്. പിന്നെ ഇലാസ്റ്റിക് വയറാണിത്. അപ്പം നമ്മൾ ഫസ്റ്റ് നമുക്ക് ആവശ്യമായ കുറച്ച് ഇലാസ്റ്റിക് വയറെടുക്കുക. അതിൽ കുറച്ച് കൂടുതലെടുക്കുക. അപ്പോൾ എന്നാലേ നമ്മൾ ചെയ്ത് വരുമ്പോൾ അത് കറക്റ്റ് ആയില്ലെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് വലുതുമുണ്ട് ചെറുതുമുണ്ട്. ചെറിയ ബീഡാണ് എനിക്ക് വേണ്ടുന്നത്. അപ്പോൾ ഈ ഒരു ബ്രേസ്ലെറ്റ് ഞാൻ മെയിനായിട്ട് നോർമലി ചെയ്യുന്നത് നമ്മൾ ടിയാരയൊക്കെ ചെയ്യുന്ന ആ കമ്പി പോലത്തെ ടിയാരയൊക്കെ ചെയ്യുന്ന അതിനകത്താണ്, മെറ്റൽ വയറിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് മോൾക്ക് തന്നെയാണ്. അപ്പോൾ അവൾക്ക് ഇതാകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കയ്യിലോട്ട് കയറ്റിയിടാമല്ലോ. അപ്പോൾ അതുകൊണ്ട് മോൾക്ക് തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾക്കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമ്മൾ ചെറിയ വയറായതുകൊണ്ട് നമ്മൾ രണ്ട് സൈഡും നമ്മുടെ കയ്യിൽ തന്നെ കാണണം. അല്ലെങ്കിൽ ഒരെണ്ണം നമ്മൾ ഇട്ട് വരുമ്പോൾ ഒരെണ്ണം പോവും. അപ്പം നമ്മൾ ഇത് ഈ ഒരു അളവിൽ ഈ ഒരു മെത്തേഡിൽ ചെയ്തിട്ടുണ്ട്. ബാക്കിയും കൂടെ നമുക്ക് ചെയ്യാം. ബീഡ്സ് ഇതിൽ ചെറുതും വലുതും ഉണ്ട്. അതുകൊണ്ടാണ് ഓരോന്ന് തിരഞ്ഞെടുക്കുന്നത്. കൂടുതലും കിട്ടാറ് കൊലുസ്, കൈച്ചെയിന് ഒക്കെ ഗോൾഡ് കളറാണ് കിട്ടാറ്. സിൽവർ അങ്ങനെ ഒരു കൊലുസ് പോയിട്ടുണ്ട്. ഇത് 2 എണ്ണം. ഓക്കെ, എന്നിട്ട് കോർത്ത് കഴിഞ്ഞിട്ട് നമ്മളിത് കയ്യിൽ വെച്ച് നോക്കണം. അപ്പം നമ്മൾ ഇത്രയും കെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. നോക്കി നീറ്റായിട്ട് കെട്ടുക. കാരണം നന്നായിട്ട് കെട്ടുക, അല്ലെങ്കിൽ അഴിഞ്ഞു പോവും. ഇലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ അഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടുക. പിന്നെ വേണേൽ നമുക്ക് ഇച്ചിരി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വയറ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒന്ന് ഒട്ടിച്ച് വെക്കാം. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കോട്ട് ഈ ബീഡ്സ് കയറ്റി കൊടുക്കുക. അതാകുമ്പം അറിയത്തില്ല. എന്നിട്ട് ഇനി വലിച്ചു കൊടുക്കുക പോകുന്നുണ്ടോ. കെട്ട് മുറുകിയില്ലെങ്കിൽ നമ്മളിങ്ങനെ വലിക്കുമ്പോൾ ഇതിങ്ങനെ അഴിഞ്ഞു പോരും. നമ്മൾ കെട്ട് മുറുകിയിട്ടുണ്ട്. അപ്പം നന്നായിട്ട്
എടുക്കാം. നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. അപ്പം നമ്മളിവിടെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ ബീഡ്സ് അങ്ങോട്ട് നീക്കി കൊടുക്കുക. അപ്പോൾ നമ്മളിത് ഈ കെട്ട് അറിയാണ്ടിരിക്കും. കെട്ട് നമ്മൾ കെട്ടുള്ളിടം അങ്ങ് ഉള്ളിൽ പോയിക്കോളും. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതുപോലത്തെ ആയിരിക്കും. കൊളുത്തൊന്നും ഇല്ലാത്ത ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ ആയിരിക്കും നല്ലത്. കാരണം ജസ്റ്റ് തന്നെ എടുത്തിടാമല്ലോ. പിന്നെ കയ്യിൽ കൊളുത്തൊന്നും കൊള്ളത്തൊന്നുമില്ല. സിമ്പിളായിട്ട് അവർക്ക് തന്നെ എടുത്തിടാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെന്താണ് പറയുന്നുള്ളത്, അതായത് വീഡിയോ കാണുന്നവർ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബായ്.